ഹലോ ഗൈസ്, രാത്രിയിലെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇപ്പം ലൈവിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദില പാത്രം കഴുകാനായിട്ട് മടിക്കുകയാണ്. രാവിലെ ഇന്നലെയും ഒക്കെ പാത്രം കഴുകിയിട്ടില്ല. അനീഷ് വീണ്ടും ആദിലയുടെ പുറകെ നടന്ന് പാത്രം കഴുകുന്നു. ഇന്നലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദില വളരെ മോശമായിട്ടാണ് അനീഷിനോട് ബിഹേവ് ചെയ്യുന്നത്. നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഇന്നലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. താൻ പോടോ, താൻ ആരാടോ, തന്നെ എങ്ങാണ്ട് കടന്നവൻ എൻ്റെ അടുത്ത് വന്ന് പറയാൻ താൻ ആരാടോ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ തന്നെ അനീഷിനോട് അനിമോളും ആദിലയുമാണ് രാത്രി പാത്രം കഴുകേണ്ടത്. പാത്രം കഴുകിക്കൊള്ളാം, ചേട്ടൻ പോയി കിടന്നുറങ്ങും എന്ന് അനിമോൾ പറഞ്ഞതനുസരിച്ച്, അനിമോളും ആദിലയും കൂടി പറഞ്ഞതനുസരിച്ച് അനീഷ് പോയി കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിമോളും നൂറയും കൂടി, എനിക്ക് തോന്നുന്നു അവർ പ്ലാൻ ചെയ്തിട്ട് വെറുതെ തമാശയ്ക്ക് ആദിലേനെ ചൊടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ കളി കാര്യമായി. അനീഷിനെ പോയി അനിമോളും നൂറയും കൂടി പോയി വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അനീഷ് വന്ന് പാത്രം കഴുകുന്നിടത്ത് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പാത്രം കൂടി കിടക്കുകയാണ്. അനീഷ് അത് നോക്കിയിട്ട് തിരിച്ച് ആദില എവിടെയാണ് കിടക്കുന്നത് നോക്കുകയാണ്. അപ്പോൾ ജയിലിൻ്റെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ബീൻസ് ബാഗിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ആദില എടുത്ത് പറഞ്ഞാൽ ആദില എഴുന്നേര്. ഇതേ ഒരേ വാക്ക് പറയുന്നുള്ളൂ, ആദില എഴുന്നേര്. ആദിലയുടെ ഡ്യൂട്ടിയാണ് പാത്രം കഴുകുക. ഇഷ്ടംപോലെ പാത്രം കുന്നുകൂടി കിടക്കുന്നു. ഈച്ചയും കൊതുകും വരും, വേഗം വന്ന് കഴുകുമെന്ന് പറയുകയാണ്. കൊണ്ടാക്കിയിട്ട് അനിമോളും നൂറയും പോയി. ലാസ്റ്റ് കൈവിട്ട് പോയി എന്ന് നൂറയ്ക്കും അനിമോൾക്ക് മനസ്സിലായി. അപ്പോൾ അനിമോളും നൂറയും കൂടി പോയി പാത്രം ബാക്കി മുഴുവൻ കഴുകി വെച്ചു. പക്ഷേ അനീഷ് അവിടെ ആ കഴുകുന്ന സമയത്ത് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹൗസ് മേറ്റ്സ് കുറേ പേരൊക്കെ വന്ന് തിരിച്ച് ഇടയ്ക്ക് വെച്ച് അനിമോളും നൂറയും വന്നു പിന്നെയാണ് അവർ പോയി പാത്രം കഴുകിയത്. വളരെ മോശമായിട്ട് അനീഷിനെ മരവാഴ, താൻ പോടോ, നീ ആരാടാ, നീ അതാണ് ഇതാണ്, പിന്നെ എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, പിന്നെ ഈ അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു തന്തയേ ഉള്ളൂ എന്ന് പറയുന്നത്, പിന്നെ മറ്റുള്ളവർക്ക് പല തന്തയുള്ളവർ എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായിട്ട് ആദിലയുടെ വർത്തമാനമൊക്കെ വെറും തറ വർത്താനം. നൂറ വന്ന് അതിൽ പ്ലീസ് ബേബി പ്ലീസ് എന്നൊക്കെ പറഞ്ഞു നോക്കി. നീ ആരാട്, നീ ഉണ്ട് ഒരു ബന്ധമില്ല, നീ എന്തിനാണ് ഈ മരവാഴയെ വിളിച്ചുകൊണ്ട് വന്ന് ഈ വാഴ. എൻ്റെ ദൈവമേ, എന്തുമായ മോശം വർത്താനമാണ് ആദിലയുടെ വായിൽ നിന്ന് വരുന്നത്. വളരെ മോശമായിട്ട് വർത്താനം. അനീഷ് ഒന്നും പറയുന്നില്ല. അനീഷ് ആദില എഴുന്നേൽക്കൂ. അനീഷ് പറയുന്നത് ആദില എഴുന്നേൽക്കൂ, പാത്രം കഴുകുക, ആദിലയുടെ ഡ്യൂട്ടിയാണ്, അത് ചെയ്യൂ. ഇന്നലെയും ഇങ്ങനെയല്ലായിരുന്നു. ഇത് മാത്രമാണ് പറയുന്നത്. എൻ്റെ ദൈവമേ, അനീഷിനെ എന്തുമാത്രം മോശമായിട്ട് താൻ ന്യൂസൻസ് ഇറങ്ങിപ്പോടോ, താൻ മരവാഴ, ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു പെൺകുട്ടി ഒരു 10-15 വയസ്സിനെങ്കിലും മൂത്തല്ല, 10 വയസ്സിന് മൂത്ത ഒരാളല്ല അയാൾ. ഒരു മോശക്കേടും പറയുന്നില്ല. അയാൾ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് അയാൾ വന്ന് പറയുന്നത്. കാരണം ക്യാപ്റ്റനാണല്ലോ ഉത്തരവാദിത്തം, അതിനാണല്ലോ ഒരു ക്യാപ്റ്റനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാത്രം കഴുകാൻ പറയുന്നതിന് എന്താണ് തെറ്റ്? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക, അതിനകത്ത് എന്താണ് തെറ്റ്? അത് പിന്നെ ഇയാൾ പറയുന്നുണ്ട് ഞാൻ കഴുകത്തില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അനിമോളൊക്കെ വളരെ മോശമാണ് ചെയ്യുന്നത്. അനിമോൾ കഴുകേണ്ട ആവശ്യമില്ല. അനിമോൾ ഇങ്ങനെ വെറുതെ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ സഹായിക്കാൻ വേണ്ടി നടക്കുന്നു. അങ്ങനെ സഹായിക്കാൻ വേണ്ടി നടന്നിട്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മളെല്ലാവരും കേട്ടതാണ്. അതിൽ എന്തുമാത്രം ഭയങ്കര ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത്. അതിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗെയിം കളിക്കാൻ അവർക്ക് അനിമോളുടെ ആവശ്യമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അവർ ആ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അനിമോളുടെ കൂടെ കൂടിയേക്കുന്നത്. അനിമോൾ അത് മനസ്സിലാക്കുന്നില്ല. തൊണ്ടയ്ക്ക് എന്തോ കിച്ചു. അപ്പോൾ അനിമോൾ അത് മനസ്സിലാക്കാതെ ഈ അതിലയുടെ പാത്രങ്ങൾ മുഴുവൻ എപ്പോഴും ഇന്നലെയും അനിമോളാണ് കഴുകിയത്. എന്തുകൊണ്ടാണ് അതിലേക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത്? അതിലേക്ക് അങ്ങ് മടിയാണ്. അതിലേക്ക് ഇഷ്ടമല്ല ഓരോന്ന് ചെയ്യുന്നത്. ഇത്രയും നേരം അവിടെയൊക്കെ ഓടി നടന്ന് കളിച്ച് നിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രം കഴുകാൻ പറഞ്ഞപ്പം ഭയങ്കര മടി. എന്തായാലും അത് തന്നെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദിലയും നൂറയും ഇവിടെ നിൽപ്പുണ്ട്. നൂറ ഒന്ന് മിണ്ടരെന്നും പറഞ്ഞ് ആദില കിടന്ന് നൂറയോട് ചൂടാവുന്നുണ്ട്. രാത്രി ആദിലയും നൂറയും തമ്മിലൊരു വഴക്കുണ്ട്. ആ വഴക്കിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇടാം ഗൈസ്. ഓക്കെ, അപ്പം വളരെ മോശമായിട്ടുള്ള സംസാരമാണ്.